അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ റമളാൻ മാസത്തിലെ അവസാനത്തെ ദിനങ്ങളിലാണ്. അപ്പോൾ പരിശുദ്ധമായ അവസാനത്തെ ദിനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ലൈലത്തുൽ ഖദർ, 27-ാം രാവ് ഒക്കെ. അപ്പോൾ ഈ 27-ാം രാവും ഖുർആനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്, ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എത്രത്തോളമാണ് എന്നതാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമായ ദിവസം പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. ഹബീബായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് മാത്രം ലഭിച്ചിട്ടുള്ള വിശിഷ്ട അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈമാനോടും പ്രതിഫലേച്ഛയോടും ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിധി നിർണായക രാത്രിയിലെ ആരാധന ലൈലത്തുൽ ഖദർ അല്ലാത്ത 1000 മാസങ്ങളിലെ, അതായത് 83 വർഷം ആരാധനകളേക്കാൾ ശ്രേഷ്ഠമാണ്. 83 വർഷത്തോളം ആരാധന ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിവസത്തിലെ രാത്രി. വർഷത്തിലെ ഏറ്റവും പുണ്യമുള്ള രാത്രിയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. വർഷത്തിലെ ഏറ്റവും പുണ്യമുള്ള രാത്രിയാണ്. അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, തീർച്ചയായും നാം ഇതിനെ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് എന്താണ് പറയുന്നത്, ഇതിനെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിനെ എന്നാണ്. തീർച്ചയായും ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, നിർണയത്തിന്റെ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. എന്താണ് പറയുന്നത്? തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. അല്ലേ? വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം, വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഇനിയുള്ള രാത്രികളിൽ നിങ്ങൾ കൂടുതൽ ആരാധന ചെയ്തും ദിക്റും ദുആയും ഖുർആൻ പാരായണമൊക്കെ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു എന്ന്. അടുത്തതായിട്ട് പറയുകയാണ്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ എന്ന്. അപ്പോൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ഇബാദത്തുകൾ ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ദിക്റും ദുആയും ഖുർആൻ പാരായണമൊക്കെ വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടാനായി ധൃതിയിൽ മുന്നോട്ട് വരിക എന്ന് വിശ്വാസികൾക്കായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദ്റിനെ കണ്ടുമുട്ടി ഞാൻ എന്ത് പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ദുആ ഇതായിരുന്നു: അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, നീ മാപ്പ് കൊടുക്കുന്നവരാണ്, മാപ്പ് കൊടുക്കാൻ നിനക്കിഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് തരണമേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധാരാളം ഈ ദുആ അധികരിപ്പിക്കുക. മാത്രമല്ല, നിങ്ങൾ ഇനിയുള്ള രാത്രികളിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്തും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആകൾ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.